നമസ്കാരം. ഗുജറാത്തിലെ 4ാമത്തെ വലിയ നഗരമായ രാജ്കോട്ടിലാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ രാജ്കോട്ടിന്റെ രാത്രി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. എന്നാൽ ഇന്ന് നമുക്ക് ഇവിടുത്തെ കുറച്ച് പകൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇപ്പൊ രാവിലെ 6:45 രാജ്കോട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ്. ഇനിയിപ്പോ ഇവിടുന്ന് നമുക്ക് ഓരോ ഭാഗങ്ങളിലോട്ട് പോവാം. നമ്മുടെ സൽമാൻ ബ്രോ രാവിലെ തന്നെ കാറൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. വണ്ടിന്റെ വീഡിയോ ഉണ്ടോ? വണ്ടി ആകെ ഒരു ദോഷഘോഷമായിട്ടാണ് ഉള്ളത്. ഇതാ നമുക്ക് വണ്ടിയിൽ കയറി ഇന്നല്ലോ. ഇനിയിപ്പം ആദ്യമായിട്ട് നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളിപ്പോൾ അട്ടൽ ഇവിടെ റേസ് കോഴ്സ് റോഡിലാണ് പോകുന്നത്. അവിടെ എന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങനെ കുറച്ച് ഇൻഡോർ സ്റ്റേഡിയംസ് ഉണ്ട്, പിന്നെ ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്, ക്രിക്കറ്റ് സ്റ്റേഡിയം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ തന്നെ കാര്യങ്ങളാണ് ഇതൊക്കെ. ആണല്ലേ? നമ്മള് രാത്രി 12 മണിക്കല്ലേ ഇവിടെ എത്തി. എത്ര മണിക്ക് ഉറങ്ങിയത്? ഞാനൊരു 1 മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങിയിരുന്നു. ശേഷം അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഞങ്ങൾ റൂം എടുത്ത ഭാഗത്തെ ഒരു റോഡാണ്. റോഡൊക്കെ ഇവിടുത്തെ അടിപൊളിയാണ്. രാവിലെ തന്നെ നല്ല ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്ത കാര്യമാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൃത്തിയില്ല 6ാമത്തെ നഗരമാണ് രാജ്കോട്ട്. ഒരുപാട് പേര് ജോഗിങ്ങിനൊക്കെ ഉണ്ടല്ലേ ഇവിടെ. ഈ ജോഗിങ്ങിന് തന്നെ സെപ്പറേറ്റ് വഴിയൊക്കെ ഉണ്ട്. അത് നമ്മുടെ തൃശ്ശൂർ റൗണ്ട്സ് പോലെ തന്നെ ഇവിടെ ഒരു റേസ് കോഴ്സ് റോഡ് ഉണ്ട്. അതായത് അവിടെ റൗണ്ട്സിന് ചുറ്റും ഗവൺമെന്റിലെ പോലീസുകാരൊക്കെ ഒരു സൈഡ് മാത്രം ബാരിക്കേഡ് ഒക്കെ വെക്കും. അതുപോലെ തന്നെ ഈ റൈറ്റ് ഭാഗത്ത് കാണുന്നത് നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റ് ബസ് സ്റ്റാൻഡ് ആണ് രാജ്കോട്ടിലെ, അതായത് ബസ് സ്പോട്ട്. പിന്നെ ഇവിടെ നിന്നും യാത്ര ചെയ്യുമ്പോൾ 2 വീലറിൽ ഹെൽമെറ്റ് നിർബന്ധമല്ല. ഒരാൾക്ക് പോലും ഹെൽമെറ്റ് കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഫൈനൊന്നും ഇല്ല ഇവിടെ. അല്ല, പൊതുവെ ചെക്കിങ്ങേ കുറവാ പോലീസിന്റെ. അങ്ങനെയാണല്ലേ? പോലീസ് അങ്ങനെ ചെക്കിങ്ങിന് അങ്ങനെ ഉത്സാഹം കാണും. നമ്മുടെ നാട്ടിലെ പോലെ AI ക്യാമറ അങ്ങനത്തെ അതൊന്നും ഇല്ല. ജസ്റ്റ് ട്രാഫിക് സിഗ്നൽസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ സ്ട്രിക്റ്റ് ആയിരിക്കും. ട്രാഫിക് സിഗ്നൽസിന്റെ ക്യാമറാസ് ഉണ്ടാവും. അപ്പോൾ ഗവൺമെന്റിന് അതിൽ നിന്ന് വലിയ വരുമാനമൊന്നും കിട്ടുന്നില്ല. അതിന്റെ ആവശ്യമില്ല അവർക്ക്. ഇവിടെ അങ്ങനെ ആവശ്യമില്ല. ഇവിടുത്തെ ഇലക്ട്രിക് AC ബസ്സുകളും അതുപോലെ തന്നെ നോൺ AC ബസ്സുമാണിത്. ഈ ബസ്സിന് പോകാൻ വേറെ തന്നെ സെപ്പറേറ്റ് വഴികളൊക്കെ ഉണ്ട്. നോൺ AC ബസ് ഫുള്ള് CNG. ഇത് CNG ആണല്ലേ? ഇവിടുത്തെ അധികം കാറുകളൊക്കെ CNG ആയിരിക്കും. ഓ അതെ അല്ലേ? എല്ലാം അധികം CNG ആക്കാറ്. ഓട്ടോകള് കൂടുതലും CNG തന്നെ അല്ലേ? ഓട്ടോകള് CNG ആണ്, അധികം കാറുകളൊക്കെ CNG ആണ്. ഏത് ഭാഗത്തേക്ക് പോകുമ്പോഴായാലും നല്ല റോഡുകളാണ്. നമുക്ക് ആദ്യം വേണ്ടത് റോഡുകളാണല്ലോ. ഈ രാജ്കോട്ട് ഗുജറാത്തിലാണല്ലോ, പക്ഷെ ഈ ഭാഗത്തേക്ക് പറയുന്ന പേര് സൗരാഷ്ട്ര എന്നാണ്. ഇവിടുത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനായാലും സൗരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നാണല്ലോ പറയുക. ഈ ഒരു ഏരിയനെ മുഴുവൻ അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഉണ്ടോ അവിടെ ബാരിക്കേഡ് വെച്ചുണ്ടോ? ഇവിടെ ഇതിലൂടെയാണ് ജോഗിങ് ചെയ്യുക അല്ലേ? അതായത് ഈ ബാരിക്കേഡ് വെച്ച റോഡ് വഴി നമ്മൾ രാത്രി യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും അത് പോലീസ് ബാരിക്കേഡ് വെച്ചിട്ട് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ജോഗിങ്ങിന് വേണ്ടി മാത്രം മാറ്റി വെച്ചു. അതായത് ഇത് എത്ര മണിക്ക് ഓപ്പൺ ചെയ്യും ആ ബാരിക്കേഡ്? രാവിലെ 8 മണിക്ക്. 8 മണിക്ക്. ഇല്ല, അടിപൊളിയാണല്ലോ. ഒരു റോഡ് മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി അടച്ചിരിക്കുകയാണ്. രാവിലത്തെ ജോഗിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടന്റ് കൊടുക്കാൻ വേണ്ടിട്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, അത് വിട്ടുകൊടുത്തിരിക്കുന്നു റോഡ്. അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ റോട്ടറി ക്ലബ്ബ് രാജ്കോട്ട്. നമ്മുടെ തൃശ്ശൂർ റൗണ്ടിന്റെ ഉള്ളിൽ കയറില്ലേ, അതേപോലെ തന്നെ വേറെ റൈറ്റ് സൈഡ് ഫുള്ളും പാർക്കും കാര്യങ്ങളൊക്കെ. ഒരു ഡ്രോൺ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വിഷ്വൽസ് കിട്ടിയാലേ. ഇവിടെ അല്ലേ, ഇവിടെ മറ്റേ പ്രാവിന് തീറ്റ കൊടുക്കുന്ന സ്ഥലം. ഇന്നലെ രാത്രി 12 മണിക്കാണ് ഇതുവഴി ഞങ്ങൾ വന്നത്. ആ സമയത്ത് വരെ എത്ര ഫാമിലീസ് ആണ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ശരിക്കും നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ രാജ്കോട്ട്. ആരും രാത്രി ഒന്നും ഉറങ്ങുന്നില്ല എന്ന് പറയാം. അതായത് ആ പോകുന്ന വഴിക്കൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളില്ലേ അല്ലേ? നമുക്ക് ഇതിനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു കൂട്ടം പ്രാവുകളെ കാണാൻ വേണ്ടി പറ്റും. ദേ തൊട്ട് മുന്നിലായിട്ട് തന്നെ ഉണ്ട്. ഇവിടെ ഈ തൊട്ട് മുന്നിലായിട്ട് നമുക്ക് കാണാം. രാജ്കോട്ട് എന്ത് പറഞ്ഞാലും ഗുജറാത്തിൻ്റെ മറ്റ് നഗരങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്.
അത്രയും നല്ല രീതിയിൽ തന്നെ ഇവരിത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നോക്കിയാൽ എത്ര പ്രാവുകളാന്ന് നോക്കിയേ. പ്രാവുകൾക്ക് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുടിക്കേണ്ട വെള്ളവും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ നല്ല ചൂടാണല്ലോ. സൽമാൻ ബ്രോവിനെ പറ്റിയിട്ട് ഒന്നും കൂടെ പറയാം. നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്, കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത് ഒന്നും കൂടെ പറഞ്ഞത്? ഇപ്പം ഡോക്ടറാണ് ഇവിടെ, ഇപ്പം ENT ഹെഡ് ആൻഡ് നെക്ക് സർജറി ക്ലിനിക്ക് തന്നെയാണല്ലേ? ഇവിടെ ഹോസ്പിറ്റലിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ ഇറങ്ങാനായി. ഇപ്പൊ 1 ഇയറും കൂടി ഇവിടെ എക്സ്പീരിയൻസിന് നിൽക്കും. ഇവിടെ തന്നെ സെറ്റിൽ ആയോന്നുണ്ടാ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ ക്ലൈമറ്റും എല്ലാം അടിപൊളിയാണ്. പിന്നെ നമ്മുടെ നാടിനെയാണ് മെയിൻ. പക്ഷെ എല്ലാം എന്തും കൊണ്ടും ഇവിടെ ക്ലൈമറ്റ് ആയാലും എല്ലാം ആൾക്കാരായാലും എല്ലാം അടിപൊളി തന്നെയാണ്. എങ്ങനെ ഇവിടുന്ന് മോശമായിട്ട് ഇല്ല. ഇത് 3 കൊല്ലമായിട്ട് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ മുസ്ലിം ആണെങ്കിലും അവർക്ക് റിലീജിയസ് ആയിട്ട് ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അതായത് രാജ്കോട്ട് ഏരിയയിൽ. അതുപോലെ തന്നെ ഈ പറഞ്ഞ സമയത്ത് നമുക്ക് ഗുജറാത്തിന്റെ മറ്റു ഭാഗങ്ങൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ രാജ്കോട്ടിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഹോട്ടലുകളിൽ നോൺ വെജ് ഫുഡുകളൊന്നും തന്നെ കിട്ടൂല. നമ്മളിപ്പോൾ ഇന്നലെ കഴിച്ച പോലെ അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ കിട്ടൂല. അപ്പം എല്ലാം വെജിറ്റേറിയൻ തന്നെയാണ്. എല്ലാം അത് 99% ആൾക്കാർ ഇവിടെ വെജിറ്റേറിയൻ ആണ്. പിന്നെ നോൺ വെജ് ഏരിയാസ് ഉണ്ട്. അത് അങ്ങനെ പബ്ലിക് ആയിട്ട് ഉണ്ടാവില്ല. ബട്ട് നമുക്ക് അങ്ങനെ പോയി കഴിക്കുന്നതുകൊണ്ടും അതിനൊന്നും ആൾക്കാർ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കഴിക്കാൻ ഞാനിപ്പം എന്നും ഡെയിലിയൊക്കെ കഴിക്കാറുണ്ട്. പുറത്തൊക്കെ അങ്ങനെ ഏരിയാസ് ഉണ്ട്, മെക്ഡോണൽഡ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. സിറ്റിയുടെ നടുഭാഗത്തായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പേര് ഇവിടുന്ന് ജോഗിങ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ്. നമുക്ക് ഈ പാർക്ക് വഴി ഇവിടെയൊക്കെ ഉണങ്ങി നടക്കാം. ഇതിലൂടെ നടക്കാം. ഉച്ച സമയത്തൊക്കെ ഇതിലൂടെ നടക്കാൻ നല്ല രസമായിരിക്കും. കാരണം എന്താ അറിയോ, ഇവിടെ മരങ്ങളുണ്ട് ഒരുപാട്. അതുകൊണ്ട് നല്ല തണലായിരിക്കും. ഇങ്ങനെ നടന്നു പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഇവിടെ സൺസെറ്റ് 7 മണി 7:10 ആകുമ്പോഴാണ്. ഒരു 6:30 ആകുമ്പം സൺറൈസും. ശരിക്കും ഉണ്ടല്ല, നമ്മുടെ ഈ ഗുജറാത്ത് പോയി കഴിഞ്ഞാൽ 2 തരം ആൾക്കാരുണ്ട്. ഉദ്ദേശിച്ചത് എക്കണോമിയാണ്. സമ്പന്നരും ഉണ്ട്, അതുപോലെ തന്നെ പൈസയൊന്നും ഇല്ലാത്ത ആൾക്കാരും തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ ഭുജിലൊക്കെ പോയ സമയത്ത് ആ ഗുജറാത്ത് പറഞ്ഞാൽ പോകുന്ന വഴി എന്ന് വെച്ചാൽ മൊത്തം പശുക്കളും അതും ഇതും വീടൊക്കെ കാണുമല്ലോ. ശരിക്കും നമ്മൾ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ചിത്രങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ രാജ്കോട്ട് വന്നിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ചിത്രങ്ങളോ ഈ ഒരു നഗരപരിധിക്കുള്ളിൽ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ട്. നല്ല മരങ്ങളാണ്. ഇതുവഴി നേരെ നടന്ന് നമുക്ക് ആ കാണുന്ന ഭാഗത്തോട്ട് പോവാം. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ബെഞ്ചൊക്കെ നമുക്ക് കാണാം. ഇവിടെ ജോഗിങ്ങിനും അതുപോലെ തന്നെ എക്സസൈസിനൊക്കെ വന്നവരോ ഇവിടുത്തെ ഓരോരോ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരും ഉണ്ട്, അതുപോലെ തന്നെ സാധാരണക്കാരും ഉണ്ട്. അങ്ങനെ ഇന്ന ആൾക്കാർ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ എന്നൊന്നുമില്ല, എല്ലാവർക്കും വരാം. ഒറ്റയ്ക്ക് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഒരു കമ്പനി കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. തൊട്ട് മുന്നിൽ കാണുന്ന ഭാഗമില്ലേ, അത് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. പിന്നെ ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടതൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ടല്ലോ. ഇതുപോലുള്ള ഇടങ്ങൾ നമ്മുടെ നാട്ടിലോട്ടും തീർച്ചയായിട്ടും വരണം. നമ്മുടെ ഭാഗത്തുണ്ടെങ്കിലും അധികം എന്താ പറയുക, നമ്മൾ തിരുവനന്തപുരത്ത് മ്യൂസിയം ഇല്ലേ, നമ്മുടെ മൃഗശാല ഭാഗത്ത് പോയി കഴിഞ്ഞാൽ രാവിലെ ചെറിയ ജോയിങ് ഒക്കെ ഉണ്ട്, കാണാറുണ്ട്. പക്ഷെ നമ്മളധികം വലിയ ഈ പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല. ഹെൽത്തിനൊന്നും അധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ലല്ലോ. ഞങ്ങൾ പോലും വീട്ടിലെത്തി കഴിഞ്ഞാൽ രാവിലെ ഉറങ്ങിയിരിക്കുന്ന സമയമൊക്കെ, പിന്നെ യാത്ര പോകുന്ന സമയത്ത് മാത്രമാണ് കുറച്ചെങ്കിലും. തീർച്ചയായിട്ടും ഹെൽത്തിന് ഇവരൊക്കെ നല്ല ഇമ്പോർട്ടൻസ്. ഇവരുടെ കൾച്ചറിന്റെ ഭാഗം തന്നെയാണെന്ന് തോന്നുന്നു. ഇവര് ഫുൾ ഫാമിലി, അച്ഛൻ അമ്മ എല്ലാവരും കൂടിയിട്ടായിരിക്കും വരുന്നത്. അതൊരു ഫാമിലി ആയിട്ടാണ് ഇവിടെ വരുന്നത്, അല്ലാതെ വീട്ടിലത്തെ ഞാനൊന്ന് പോയിട്ട് വരാം അങ്ങനെയല്ല. കുടുംബത്തോടെയാണ് ഇവിടെ എല്ലാവരും വരുന്നത്. ഇതാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു നാട്ടിലത്തെ ടൂർണമെൻ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ നടത്താമല്ലോ. അതായത് ഈ സർക്കിളിൻ്റെ അകത്താണ് ഇതൊക്കെ വരുന്നതല്ലേ? അതെ, റേസ് കോഴ്സിന്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. സിറ്റിന്റെ നടുവിൽ തന്നെയുള്ളത് ഈ സ്റ്റേഡിയംസ് കാര്യങ്ങൾ. ഈ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഈ ഗുജറാത്ത്, നമ്മുടെ മഹാരാഷ്ട്രയിലെ മുംബൈ ഭാഗത്തൊക്കെ കൂടുതലും കായികപരമായിട്ട് ക്രിക്കറ്റിനാണ് ഇമ്പോർട്ടൻറ്റ് നൽകുന്നത്. ഇപ്പം ഒരുപാട് ഇവിടുത്തെ രാവിലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ സ്പോർട്സിനും ഈ പറഞ്ഞ പോലെ ഇങ്ങനൊന്നും ചില സമയത്ത് കാണാൻ വേണ്ടി കഴിയില്ലല്ലോ. പിന്നെയും കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് മലപ്പുറത്തുള്ള ആൾക്കാർ ഫുട്ബോളിന് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഫുട്ബോളും
ക്രിക്കറ്റ് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ നോക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ഉള്ളവർ കൂടുതലായിട്ട് ഈ പറഞ്ഞ ക്രിക്കറ്റിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ സൗരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടെന്ന്. ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ മാറിയിട്ടാണ് ഉള്ളത്. അതിൻ്റെ പേര് സൗരാഷ്ട്ര തന്നെയാണ്. നമ്മൾ ട്രെയിൻ വഴി പോകുന്ന സമയത്ത് ജാംനഗർ പോകുന്ന ആ റൂട്ടിൽ നമുക്കത് കാണാൻ വേണ്ടി കഴിയും. റേസ് കോഴ്സ് ക്രിക്കറ്റ് അക്കാദമി ഇവിടെ ബോയ്സിനും അതുപോലെ തന്നെ ഗേൾസിനും വരെ രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ട്. അതുപോലെ തന്നെ 2016-17 സമയത്ത് ഈ രാജ്കോട്ട് ആസ്ഥാനമായിട്ട് ഒരു IPL ടീമൊക്കെ ഉണ്ടായിരുന്നു. ഗുജറാത്ത് ലയൺസ്, സുരേഷ് റെയ്നയാണ് അതിന്റെ ക്യാപ്റ്റൻ ഉണ്ടായത്. ഇപ്പം ഒരു ടീം ഇല്ല നിലവിൽ. ഇനി ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? അല്ല, നിങ്ങളിപ്പോ റേസ് കോഴ്സിൽ ഒരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോ എന്ന് വെച്ചാൽ നേരെ പോയാൽ കുറെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, പിന്നെ ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്, ടെന്നീസ് കോർട്ട് ഉണ്ട്, അങ്ങനെ കുറച്ച് എല്ലാം ഉണ്ട് എന്ന് പറയാം അല്ലേ? പിന്നെ റൈറ്റ് സൈഡ് വേറെ ഗാർഡൻസ് ഉണ്ട്. നമുക്ക് ഏത് വഴി വേണമെങ്കിൽ പോവാം അല്ലേ? എല്ലാം ഇത് ഈ സിറ്റിന്റെ നടുവിൽ തന്നെയുള്ളത്. എല്ലാം അറൗണ്ട് ഇപ്പൊ നേരെ ഫ്രണ്ടിൽ കാണുന്നത് സ്വിമ്മിംഗ് പൂൾ ആയിരിക്കും. ഞാൻ കേറിയിട്ടില്ല. ഓ ഇതല്ലേ? ഇത് സ്വിമ്മിംഗ് പൂളിന്റെ ഏരിയ ആണ്. ആ ബിൽഡിംഗ് കാണുന്നില്ലേ? നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന്. ഇവിടെയുള്ള വണ്ടികളൊക്കെ കണ്ടാ ഓടി നല്ല സമ്പന്ന ആൾക്കാർ തന്നെയാണ് ഈ ഭാഗത്ത് തന്നെ ഉള്ളത്. പിന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഫുട്ബോൾ സ്റ്റേഡിയം ഉള്ള ഭാഗമാണ്. ഇതാ ഇവിടെയാണ് ഫുട്ബോൾ സ്റ്റേഡിയം. ഇവിടെ ക്രിക്കറ്റിന് പുറമെ തന്നെ ഫുട്ബോളും ഉണ്ട്. പക്ഷെ എന്താ പറയാ, ആൾക്കാർ നന്നേ കുറവാണ്. പ്രാക്ടീസ് ഒന്നും ആയിട്ട് നമുക്ക് ഇവിടെ കാണുന്നില്ല. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൂടുതൽ ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്രിക്കറ്റിനാണ്. ക്രിക്കറ്റ് തന്നെയാണ് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഫുട്ബോളും വളർന്നു വരണം. നമ്മൾ കേരളക്കാർ മാത്രം, കേരളവും അതുപോലെ തന്നെ നമ്മുടെ ബംഗാൾ സൈഡ് മാത്രം, നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്ത് മാത്രമേ കൂടുതലായിട്ട് എന്താ പറയാ ഫുട്ബോളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അതായത് നടന്നു പോകാനായാലും നല്ല വഴികൾ തന്നെയാണ്. നമ്മൾ വണ്ടി എടുത്തിട്ട് അങ്ങ് അവിടെയാണ് നിർത്തിയത്. ആ ഭാഗത്ത് നേരെ കാണുന്നത് ഇവിടെ തന്നെയാണ് ഈ ഫുട്ബോൾ സ്റ്റേഡിയം വരുന്നത്. വഴി കണ്ടു അടിപൊളിയല്ലേ? ജോയിങ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഭാഗം. ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടായിട്ടും ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ ഒരാളും തന്നെ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഗ്രൗണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലോ എത്ര ആൾക്കാരുണ്ടായേനെ. എന്തിന് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നേനെ. ആകെ ഇപ്പം ഇതാ ഈ കാണുന്ന 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. നല്ല ഗ്രൗണ്ട് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, ആൾക്കാരും കൂടെ വേണ്ടേ. അതുപോലെ തന്നെ ഇനി ഇതുവഴി നേരെ ഇങ്ങനെ നമുക്ക് നടന്നിട്ട് പോവാം. ഗ്രൗണ്ടിൻ്റെ ഈ ഭാഗത്തൂടെ തന്നെ ഇങ്ങനെ നടക്കാനുള്ള മനോഹരമായ വഴികളുണ്ട്. രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഹോക്കി ഗ്രൗണ്ടാണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഹോക്കി ഗ്രൗണ്ട് ഇത്ര അടുത്ത് കാണുന്നത്. നമ്മൾ നേരത്തെ പോയ ക്രിക്കറ്റ് ഗ്രൗണ്ടില്ലേ, ആ ഒരു സ്റ്റേഡിയം, അതൊക്കെ ഉള്ളത് അവിടെയാണ്. പിന്നെ ഈ ഭാഗത്താണ് ഫുട്ബോൾ സ്റ്റേഡിയം. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഇവിടെ വേണ്ടതായിട്ട് എല്ലാം ഉണ്ട്. നമുക്കൊരു സ്ഥലത്ത് പോയാൽ ഹോക്കി കാണാം, അതുപോലെ തന്നെ ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോളുണ്ട്, ഷട്ടിലുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ നിർമ്മിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇതാ ആൾക്കാർ വരാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. എല്ലാം പണിതിട്ടിട്ടുണ്ട്. രാത്രിയിൽ ഇതുവഴി വണ്ടികൾ ചീറിപ്പായുന്ന റോഡാണ്. ഇപ്പം നോക്കിയേ, ജോഗിങ്ങിന് വേണ്ടിയിട്ട് റോഡ് ക്ലോസ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലൂടെ നമുക്ക് നടന്നിട്ട് പോകാം. ഒരു ടൈമിങ് വരെ ഉണ്ടാവുള്ളൂ. ഒരു 9 മണിയൊക്കെ ആകുമ്പം ഈ റോഡ് ഓപ്പൺ ആവും. പിന്നെ വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ മോർണിംഗ് ഒരു 5 മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും. പിന്നെ ആൾക്കാർക്ക് വേണ്ടി നടക്കാൻ വേണ്ടി മാത്രം. ഇതിലൂടെ സൈക്കിളിന് മാത്രം പോകാൻ പറ്റും. വേറെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല. എന്തായാലും ഒരു വെറൈറ്റി അനുഭവം തന്നെയാണ്. നമ്മൾ ഫസ്റ്റായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. കാരണം ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു റോഡ് ബ്ലോക്ക് ചെയ്യുന്നത്. ഈ ഭാഗത്താണ് ഫുട്ബോൾ സ്റ്റേഡിയം. രാവിലെ തന്നെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാ ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് തന്നെ ഇവിടെ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. മസാല ചായ ആണോ നോക്കണം അല്ലേ? മസാല ചായ ആണല്ലേ? ചെറിയ ഗ്ലാസ് ആണ്, കുഞ്ഞു ഗ്ലാസ് അല്ലേ? ഇത്രയേ ഉള്ളൂ. ട്രെയിനിൽ പോകുന്ന സമയത്ത് ഇതേപോലത്തെ കുഞ്ഞു ഗ്ലാസ്സാണ്. അത് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ വലുതാണ്. ഇത് ഒട്ടുമില്ല. ഈ ഒരു ചെറിയ ഗ്ലാസ് ആണെങ്കിൽ അതിൽ തന്നെ മുക്കാലേ ഉള്ളൂ. നോർമൽ ചായ അല്ല ഇത്. നോർമൽ അല്ല, കട്ടിയുണ്ട്. ചായക്ക് പുറമെ തന്നെ രാവിലെ തന്നെ കഴിക്കാൻ വേണ്ടി മറ്റൊന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. ഇതെന്താണിത്?
ഇത് സ്പ്രൗട്ട് എന്നാ പറഞ്ഞത്. ഇപ്പം ഇവര് ഇത് കണ്ടിട്ട് ഇത് ഫുള്ള് ധാന്യങ്ങളായിട്ടാണ് ഉള്ളത്. കുറെ കോൺസ് ഉണ്ട്, കുറെ ബീൻസ് ഉണ്ട്. അപ്പൊ മെയിൻലി ഇവര് പ്രോട്ടീനായിട്ട് ഓറിയന്റഡ് ആയിരിക്കും. കാരണം ഇവര് വരുന്ന ആൾക്കാരൊക്കെ ഫുള്ളും വാക്കിങ്ങും ഹെൽത്ത് ജിമ്മും ഓറിയന്റഡ് അല്ല. അതിനനുസരിച്ച് ഹെൽത്തി ഫുഡാണ് കാണുന്നത്. നല്ല രീതിയിൽ തന്നെ ചൂടുണ്ടല്ലേ ഇതിന്? ചൂടുണ്ട്. ഈ സംഭവമൊക്കെ ഇല്ലേ കിട്ടുന്ന ഒരുപാട് കടകൾ ഈ റോഡിന്റെ സൈഡിൽ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ഇതുണ്ടല്ലോ ഒരു മസാല മിക്സ് ആണ്. കടലയും കോണൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. ചെറുപയറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. രാവിലെ ഈ ജോഗിങ്ങിനൊക്കെ പോയി വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ഫുഡ് തന്നെയാണ്. നല്ല തണുത്ത അനാറ്, കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും കിട്ടുക. ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ വേറൊരു കാര്യം കൂടെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതെന്താണ് ഇപ്പോൾ ഇവരുടെ ആക്കുന്നത്? ഇവിടെ ഇപ്പൊ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ്. എല്ലാം ഒരു ഹെൽത്തി ഓറിയന്റഡ് ജ്യൂസാണ്. ഇവിടെ പച്ചക്കറികളൊക്കെ ഇവിടെ കാണാം. കക്കിരിക്കൊക്കെ ഇവിടെ കാണാം. ബീട്രൂട്ട്, ചെറുനാരങ്ങ. നദി ഇവിടെ ഇത് പിടിച്ചിരിക്കുകയാണ്. ആ ഇത് നേരത്തെ നമ്മളിപ്പോൾ കണ്ടല്ലോ, ബീട്രൂട്ടും ക്യാരറ്റും ജ്യൂസായി വന്നതാണ്. ഇവിടെയാണ് ഇൻഡോർ സ്റ്റേഡിയം ഉള്ളത്. ഇത് റേസ് കോഴ്സിന്റെ ഉള്ളിൽ തന്നെ. എല്ലാം ഇതിന്റെ ഉള്ളിൽ തന്നെ. എല്ലാം ഇവിടെയാണെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഇവിടെയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇതിനകത്ത് തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് വണ്ടികളുണ്ട്. ഇവിടെയാണ് സ്റ്റേഡിയം. ടെന്നീസ് കോർട്ടാണ് ഈ തൊട്ട് മുന്നിലേക്ക് കാണുന്നത്. ടെന്നീസ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെയാണ് നേരത്തെ കാണിച്ച ഒരു സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനിതാ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എല്ലാം നമുക്ക് നടന്നു പോയിട്ട് തന്നെ കാണാം. സ്കേറ്റിംഗ് റിങ്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ട്രാക്ക് നമുക്കിവിടെ കാണാം. അപ്പോൾ അതും ഇതാ ഇവിടെ തന്നെയാണ്. ഇൻഡോർ സ്റ്റേഡിയം ഇതാണേ. ഇതിൻ്റെ അകത്ത് കയറിയ ഉടനെ തന്നെ കാണുന്നത് ഇതാണ്. ഇതാ ഷട്ടിലൊക്കെ കളിക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ ആസ്വദിക്കാം. എന്തല്ലേ, ശരിക്കും ഗുജറാത്ത് ഇങ്ങനെയാണ്. നമ്മൾ പലരും പറയുന്ന രീതിയിലുള്ള ഗുജറാത്ത് ഇങ്ങനെയൊന്നുമല്ല. നമ്മൾ പലരുടെയും വാക്ക് കേട്ട് ഗുജറാത്ത് എങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഗുജറാത്തിൽ ഒരാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമുക്ക് കാണാം. ഗുജറാത്തിൻ്റെ ഒരു നഗരം മാത്രമാണ് രാജ്കോട്ട്. അങ്ങനെ എവിടെയൊക്കെ ഉണ്ട്, ഒരുപാട് നഗരങ്ങളില്ലേ. ജാംനഗർ ഉണ്ട്, അഹമ്മദാബാദ് ഉണ്ട്, സൂറത്ത് ഉണ്ട്, വഡോദരയുണ്ട്. എല്ലായിടത്തും ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ്. എന്തായാലും രാജ്കോട്ട് ഒരു വെറൈറ്റി തന്നെയാണ്. നമ്മൾ ആ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഇപ്പോൾ ഈ കാണുന്നതിന്റെ ഒരു അവസാന സെക്ഷനിൽ എത്തിയിട്ടുണ്ടായി. ഇപ്പോൾ ഇതെന്ത് സംഭവം? ഇതെന്ന് വെച്ചാൽ ഇത് സിന്തറ്റിക് ട്രാക്കായിട്ടാണ് വരുന്നത്. ഇതിപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആൾക്കാർക്ക് ജോഗ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് സിന്തറ്റിക് ട്രാക്ക് ആയിരിക്കും. കുറച്ച് നേരെ സൂം ചെയ്ത് കണ്ടാലേ അടിപൊളിയാണ്. ഒരുപാട് നമുക്ക് നടന്നിട്ട് പോവാം. നല്ല വീതിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഈ ഭാഗത്താണെങ്കിൽ പിന്നെ അങ്ങനത്തെ ആ ഭാഗം വരെ ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ എൻട്രി ഫീസ് ഉണ്ടാവും. അതായത് പെർ മന്ത് 200 rupees പെർ മന്ത്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം ഇല്ലേ, അതിന്റെ രണ്ട് അപ്പുറത്തിപ്പുറത്തായിട്ടുണ്ടല്ലോ നമുക്ക് ഗേൾസിനും ബോയ്സിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. ജിം സൗകര്യം അവൈലബിൾ ആണ്. ഇത് ഇപ്പം 6 months പാക്കേജ് ആയിരിക്കും. അതായത് 6 മാസത്തേക്ക് 1200 കൊടുക്കാം. 6 മാസത്തേക്ക് 1200. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ. ഇനി നിങ്ങൾ തന്നെ അഭിപ്രായം പറ. ഇവിടെ ഇല്ലാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ ഈ സ്പോർട്സിനും കായിക തരത്തിലെ എല്ലാത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും അത്രക്കും ആണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. രാജ്കോട്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ടായത് ഇവിടെയായിരുന്നേ. ഇപ്പോൾ ഇത് നിലവിലില്ല. ഇന്റർനാഷണൽ എയർപോർട്ടായി വേറൊരു ഭാഗത്തേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റൺവേ ഒക്കെയാണ് ആ തൊട്ട് മുന്നിലായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് റൺവേന്റെ മുമ്പിൽ തന്നെ ചെറിയൊരു പാർക്ക് ഒക്കെ ഉണ്ട്. ഇത് ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള റീസൺ എന്താണ്?
അത് മെയിൻലി എന്ന് വെച്ചാൽ ഇത് സിറ്റിന്റെ നടുവിലായോണ്ട് അതിന്റേതായ ഇന്റർനാഷണൽ എയർപോർട്ട് ആക്കണമെങ്കിൽ അതിന്റേതായ സിറ്റി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും, ദൂരം വേണം, ബേർഡ്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം മിക്കവാറും ഇവിടുന്ന് മാറ്റി. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാനല്ല വളരെയധികം എളുപ്പമല്ലേ? ജസ്റ്റ് ഹോസ്റ്റലിൽ നിന്ന് ആകെ 2 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ നിലവിലുള്ള എയർപോർട്ടിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 25-30 കിലോമീറ്റർ. ഓ, അത്രയുണ്ടല്ലേ? അഹമ്മദാബാദ് റൂട്ടിലെ വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഡയറക്റ്റ് ഇലക്ട്രിക് ബസ് ഉണ്ടാവും, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിനൊന്ന് പോയാൽ മതി, കുറച്ച് ടൈം നോക്കിയിട്ട്. 3 വരി 6 വരി പാതയാണിത്. നല്ല റോഡുകൾ. ഇതാ ഇവിടെ ബസ്സിന് പോകാൻ വേണ്ടിട്ട് തന്നെ സെപ്പറേറ്റ് ലൈനൊക്കെ ഉണ്ട്. ആ കാണുന്ന ആ ഒരു ട്രാക്കാണിത്. അതായത് ഇതിലൂടെ ഒന്നും പിന്നെ ബസ് കയറി വരില്ല, കാരണം ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. നല്ലൊരു കാര്യം തന്നെയാണത്. നമ്മള് ഇന്നലെ രാത്രി വന്നില്ലേ, ഇതിന് പറഞ്ഞ വരുന്നത് 150 റിംഗ് റോഡ്. ഇതാണ് രാജ്കോട്ടിലെ മെയിൻ റോഡ് ആയിട്ട് വരുന്നത്. മെയിൻ റോഡ് എന്ന് വെച്ചാൽ സിറ്റിന്റെ ഉള്ളിൽ വരുന്ന ഒരു മെയിൻ റോഡായിട്ട് വരുന്നത്. മുന്നിൽ കാണുന്ന സ്കൈലൈൻ കണ്ട എത്ര കെട്ടിടങ്ങളാണ്. ഇനി അങ്ങോട്ട് മൊത്തം ഇതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഓട്ടോന്റെ പുറകിലൊക്കെ എങ്ങനെയാട്ടോ ഇരുന്നിട്ട് പോകുന്നത്? നമ്മള് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയാണല്ലോ വന്നത്. ഇത് ഇവിടുത്തെ ഒരു കോമൺ ആയിട്ടുള്ള, നമ്മള് ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇവിടെ ഇതിന്റെ ബാക്കിലുണ്ട്. അതേപോലെ കാല് നീട്ടി പുറത്തോട്ടിരിക്കാൻ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് വരുന്നത്. നമുക്ക് സ്കാനിങ് ചെയ്തിട്ടാണല്ലോ ടിക്കറ്റ് എടുക്കേണ്ടത്. അതെ എല്ലാം ഇത് ഫുള്ള് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ജസ്റ്റ് അതിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു ടൗണിന്റെ കോഡ് ഉണ്ടാവും, അത് ജസ്റ്റ് അടിച്ചു കൊടുത്ത് അതിനനുസരിച്ച് ഭയങ്കര ചീപ്പ് റേറ്റ് ആണ്. ബസ് വരുമ്പോ മാത്രം അതിന്റെ ഡോസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അങ്ങനെയാണത്. പ്ലാറ്റ്ഫോമിന് അനുസരിച്ചിട്ടേക്ക് ബസിന്റെ കുറച്ച് ഹൈറ്റ് ഉണ്ടാവും ബസ് പ്ലാറ്റ്ഫോംസിന്. ഇവിടെയൊക്കെ കുറെ അപ്പാർട്ട്മെന്റ്സ് കിട്ടും അങ്ങനെ റെന്റിന്. നല്ല കോസ്റ്റ്ലി ആയിരിക്കും അല്ലേ ഇവിടെ? കോസ്റ്റ്ലി അത്ര ഇല്ല, രാജ്കോട്ട് കമ്പാരിറ്റീവ്ലി ചീപ്പറാണ് ബാക്കി സിറ്റീസ് നോക്കുമ്പോൾ. ഒരു നമുക്ക് നോൺ വെജ് ആൾക്കാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇവിടെ KFC ഇല്ല അല്ലേ? ഇവിടെ KFC ഇല്ല, ബാക്കി മക്ഡൊണാൾഡ്സും ബർഗർ കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ബസ് പോകുന്നുണ്ടോ? നല്ല റോഡുകൾ ഉണ്ടായാൽ തന്നെ നമുക്ക് ഇത്ര സുഖകരമായിട്ട് യാത്ര ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ രാജ്കോട്ടിലത്തെ പൊളിറ്റിക്കലായിട്ട് എന്താ അഭിപ്രായം പറയാൻ വേണ്ടിട്ട്? അല്ല, പൊളിറ്റിക്കലി ഇവിടെ മെയിൻ BJP മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പം 3 കൊല്ലമായിട്ട് ഇവിടെ BJPന്റെ അല്ലാണ്ട് സത്യം പറഞ്ഞാൽ വേറെ ഒരു കൊടി പോലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നോക്കിയിട്ട് ഇതിപ്പം ഇവിടെ BJP മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാവും ചെറിയ പാർട്ടീസൊക്കെ, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു കൊടിയെങ്കിലും കാണണ്ടേ? അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഈ പൊളിറ്റിക്കൽ പാർട്ടി ആയാലും ശരി, അതിന്റെ ഒന്നും ഫ്ലെക്സ് ഒന്നും അധികം ഇല്ല അല്ലെ? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളില്ല. നമ്മുടെ നാട്ടിലത്തെ രാഷ്ട്രീയ പ്രവർത്തനം പോലെ അല്ല ഇവിടെ അല്ലേ? ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ തന്നെ ഇവിടെ ഇപ്പം നമ്മള് ദുബൈയിലൊക്കെ ഇപ്പം രാഷ്ട്രഭരണം ഇല്ലേ, അതേപോലെ തന്നെ അവര് വേറൊന്നും ചിന്തിക്കുന്നില്ല. അതേപോലെ തന്നെ ഇവരുടെ അവസ്ഥ. ഇവിടെ വേറെ പാർട്ടീസ് അവർ ചിന്തിക്കുന്ന പോലും ഇല്ല. ഈ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന അങ്ങനത്തെ രീതിയിലൊന്നും തന്നെ ഇല്ല. ഇവിടെ ഹെൽത്ത് ഓറിയന്റഡ് ആണെങ്കിലും എല്ലാം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ ഞാനിപ്പോ ഹെൽത്ത് സെക്ടറിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് അപ്പം ഹോസ്പിറ്റൽസിലാണെങ്കിൽ പോലും ഇവിടെ അങ്ങനെ സാധനങ്ങളുടെ കുറവ്, ഗ്ലൗസിന്റെ കുറവ് അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് സാധാരണക്കാരുടെ പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ വരുന്നില്ല. എല്ലാം ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുള്ളും സിവില്. അങ്ങനെ അവസാനത നമ്മൾ എടുത്തിട്ടുള്ള റൂമിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇതന്നെ ഇവിടെ അവിടെ അതിൽ കാണുന്നത് ഹോട്ടൽ സമ്രാട്ട്. ഇവിടെ ആയിട്ട് നിർത്തിക്കോ. കഴിഞ്ഞ 2 വീഡിയോയിലും നമ്മുടെ കൂടെ ഉണ്ടായി ബ്രോനോടൊക്കെ യാത്ര പറഞ്ഞു. ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോകും. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, രാജ്കോട്ടിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇതുവഴി കടന്നു പോയിട്ടുണ്ടെങ്കിലും സൽമാൻ ബ്രോ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാജ്കോട്ടിന്റെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ മാക്സിമം ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ കാർ ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുപോയത്. പറയാൻ വാക്കുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ എനിക്കും സന്തോഷം. നിങ്ങളെ ഇത് കാഴ്ചകളൊക്കെ കാണിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു ഇതുവരെ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ. അതുപോലെ തന്നെ
രാവിലെ 9 മണിയായി, ഇനി 10 മണിക്ക് ഡ്യൂട്ടി. ഇപ്പൊ 9-9:30 ആകുമ്പോ ഞാൻ ഡ്യൂട്ടിക്ക് കയറും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇത്ര സ്ഥലങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിട്ട് രാത്രി ആയാലും ഇതായി രാവിലെ എത്ര നേരത്തെ എണീറ്റ് എന്ന് പറയാം ബാക്കില്ല. എന്തായാലും കണ്ടുമുട്ടിയതല്ല നല്ല സന്തോഷമുണ്ട് കേട്ടോ. അല്ല, ഞാൻ നിങ്ങളുടെ ഒരു 1.5 കൊല്ലമായിട്ട് ഞങ്ങളെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു സിംപ്ലിസിറ്റി, അതാണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുന്നത്. അപ്പം ഞാൻ എക്സ്പെക്ടും ചെയ്തില്ല നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന എക്സ്പെക്ട് ഇല്ല. ഭയങ്കര സന്തോഷം. എന്തായാലും നാട്ടിലേക്ക് എത്തുമ്പോ വിളിക്കട്ടെ, നമുക്ക് എന്തായാലും അവിടുന്ന് മീറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും കാഞ്ഞങ്ങാട് കാസർഗോഡ് എന്തായാലും കാണാം. ലീവ് എന്ന് വെച്ചാൽ ഒരു 4 മാസത്തിലൊക്കെ ലീവ് കിട്ടും. അത് നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ലീവ് എടുത്ത് പോവാം. പക്ഷെ ലീവ് എടുത്തിട്ട് ഒരു 5-6 ദിവസത്തേക്ക് കിട്ടും. എന്തായാലും 1 കൊല്ലം കൂടി ഇവിടെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരാനാണ്. അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. എന്നാ പിന്നെ ശരി കേട്ടാ. ഓക്കെ, അങ്ങനെ അവസാനതാ നമ്മൾ ബുക്ക് ചെയ്ത റൂമിന്റെ ഭാഗത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വീഡിയോകളിലായി ഗുജറാത്തിലെ രാജ്കോട്ടിന്റെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഈ ഭാഗത്തേക്കെല്ലാം കൊണ്ടുപോയത് സൽമാൻ ബ്രോയാണ്. ഏകദേശം എല്ലാ കാഴ്ചകളും നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി ഇത്രയും അധികം ടൈം സ്പെൻഡ് ചെയ്ത സൽമാൻ ബ്രോനോട് ഒരുപാട് നന്ദി പറയുന്നു. ഓൾറെഡി ബ്രോ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയിട്ടോ. പിന്നെന്താ പറയാ, നമ്മൾ ഈ രാജ്കോട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ മനസ്സിലത്തെ ചിന്താഗതി ഇതൊന്നും അല്ല. ഈ രാജ്കോട്ട് എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല. ഇപ്പൊ രാജ്കോട്ടിനെ കുറിച്ച് നല്ല രീതിയിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ ഗുജറാത്തിനെ കുറിച്ച് നമ്മുടെ മലയാളികളുടെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ഗുജറിലൊക്കെ പോയ സമയത്ത്, ഗാന്ധിധാം ഭാഗത്തൊക്കെ പോയ സമയത്ത് നമ്മുടെ ഇപ്പൊ നടന്നു പോകുന്ന വഴി മൊത്തം ദാരിദ്ര്യം നിറഞ്ഞ വഴികളുണ്ട്. അതുപോലെ എന്താ പറയാ, മൊത്തം പശുക്കളൊക്കെ നിറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഗുജറാത്ത് എന്ന് പറയുമ്പോൾ വരുന്നത്. പക്ഷെ ഇവിടെ രാജ്കോട്ടിൽ നമുക്ക് അങ്ങനത്തെ ഒരു കാഴ്ച പോലും കാണാൻ വേണ്ടി സാധിച്ചില്ലാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ നമുക്ക് എന്തും സ്ഥലത്തായാലും ഏത് സ്ഥലത്തായാലും നല്ലതും ഉണ്ട്, അതുപോലെ തന്നെ മോശമുണ്ട്. നല്ലതാണെങ്കിൽ നല്ലത് തന്നെ പറയണം, മോശം എന്നാണെന്ന് മോശം തന്നെ നമ്മൾ പറയണം. അതുകൊണ്ടാണ് മോശമായതുകൊണ്ട് ഗുജറൊക്കെ പോയപ്പോൾ ആ വീഡിയോയിൽ അങ്ങനെ നമ്മൾ എടുത്ത് പറഞ്ഞത്. ഈ രാജ്കോട്ടിൽ നൈറ്റ് ലൈഫ് ഉണ്ട് കേട്ടോ. നൈറ്റ് ലൈഫിന് പറ്റിയ സ്ഥലമാണ് നമ്മുടെ രാജ്കോട്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ട നഗരമാണ് സൗരാഷ്ട്ര മേഖലയിലെ ഈ പറഞ്ഞ രാജ്കോട്ട്. ഇനിയിപ്പോ അടുത്തത് ഗുജറാത്തിലെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. ഈ യാത്രയിൽ തന്നെ ഗുജറാത്തിലെ ഞങ്ങൾ ഇതുവരെ യാത്ര ചെയ്യാത്ത പല സ്ഥലത്തേക്കുമാണ് പോകുന്നത്. അതായത് നിങ്ങൾ ഇതുവരെ മലയാളികൾ അധികം കാണാത്ത ഗുജറാത്തിലെ ഒരുപാട് കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു രാജ്കോട്ടിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.